അർച്ചന എവിടെ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തേ? L കണ്ടുപിടിച്ചു, L1. അതിലെ എല്ലാ ഡയമെൻഷൻസും കണ്ടുപിടിച്ചോ? തിക്നെസ് കാണുന്നു. ഓക്കെ, ഇനി തിക്നെസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. എല്ലാ ഡയമെൻഷൻസും പറഞ്ഞു. ലാസ്റ്റ് വൺ L1 കണ്ടുപിടിച്ചായിരുന്നോ? കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇനി ആ ഡയമെൻഷൻസ് എല്ലാം ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക. നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഡയമെൻഷൻസ് എല്ലാം മാർക്ക് ചെയ്യുക. ഇതാണ് കട്ട് ഓഫ് വോള്. അർച്ചന ഒന്ന് പറഞ്ഞു തരുമോ ഓരോ വാല്യൂസും? L1 എത്രയായിരുന്നു? 4 meter. 4 meter. B of bottom width of where? 3.5 meter. ഇതോ ഈ വാല്യൂ L2? L2 12. 12 12 meter. Okay. L3 L4? L3 20 meter. L4 10 meter അല്ലേ? 10 meter. ഓക്കെ, ഇങ്ങനെയായിരുന്നു വാല്യൂസ് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു ഹൈറ്റ് എത്രയായിരുന്നു? അർച്ചന, ഈ ഹൈറ്റ് 2.6 ആണോ? 2.6. 2.6. സോ ഇനി നമ്മൾ ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫിഗർ ഇരുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് കട്ട് ഓഫ്. കട്ട് ഓഫിന്റെ കൂടെ ഡെപ്ത് പറഞ്ഞുതരോ? ലാസ്റ്റ് കട്ട് ഓഫിന്റെ ഡെപ്ത് എത്രയായിരുന്നു? 3.1 meter. 3.1 meter. ഓക്കെ, സോ ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫിഗർ ഇരുന്നത്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് തിക്നെസ് ആണ്. ഓരോ പോയിന്റിലും എത്ര തിക്നെസ് വേണം. അപ്പം ഇവിടം തൊട്ടാണ്, അതായത് ഈ കട്ട് ഓഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോർഷൻ തൊട്ടാണ് എന്ത് തുടങ്ങുന്നത്? ഇംപെർവിയസ് ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രൺ അല്ലെങ്കിൽ ഇംപെർവിയസ് ഫ്ലോർ എന്ന് പറയും. സോ ഇംപെർവിയസ് ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ്. സോ ഇതിന്റെ മുമ്പിലോട്ടുള്ളത് എന്താ? സോയിൽ അല്ലെങ്കിൽ ഇപ്പൊ ക്ലേ, ബ്രിക്ക് ഒക്കെയാണ് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഒരു ലോഞ്ചിങ് ഏപ്രണിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ക്ലേ, ബ്രിക്ക്, ഇച്ചിരിയും കൂടെ ഹാർഡ് ആയിട്ടുള്ള എന്നാൽ കോൺക്രീറ്റ് ഇല്ലാത്ത കുറച്ച് പെർവിയസ് ആയിട്ടുള്ള സാധനമായിരിക്കും ലോഞ്ചിങ് ഏപ്രണിൽ ബോത്ത് എൻഡ്സിൽ കൊടുക്കുന്നത്. പക്ഷെ നമ്മള് ഇംപെർവിയസ് ഏപ്രൺ എന്ന് പറയുന്ന നിലയിൽ ഈ ഒരു ഫ്ലോർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? കോൺക്രീറ്റ് വെച്ചിട്ട് തന്നെയാണ്. സോ സീപ്പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും സീപ്പേജ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഈ എന്ത് കട്ട് ഓഫ് ഉള്ള പോയിന്റിൽ നിന്നാണ് സീപ്പേജ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ മുമ്പുള്ളതെല്ലാം ഞാൻ പിന്നെ നമുക്ക് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടുന്ന് മതിയല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഒരു പോർഷൻ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും, അതായത് ഈ ഫ്ലോറിന്റെ തിക്നെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇത്രയും ഒരു ഇംപെർവിയസ് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പോർഷന്റെ മാത്രമേ തിക്നെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കട്ട് ഓഫ് ഓർഡറുള്ള പോർഷൻ മാത്രം എടുത്തു. സോ കട്ട് ഓഫിന്റെ ഡയമെൻഷൻ 3.1, ഇത് ഇത്രയും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു പോർഷനാണ് വാട്ടർ വരുന്നത്. അപ്പൊ ഇവിടുന്നാണ് സീപ്പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനി നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ബി അല്ലേ? കാരണം ഫ്ലോർ ആണ്. തേർഡ് വൺ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഫ്ലോർ ആണ്. ഫ്ലോറിന്റെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് തിക്നെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് പോയിന്റിലെ തിക്നെസ് ആണ് എന്തായാലും കണ്ടുപിടിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതേതാ? ഈ ഒരു പോയിന്റ് ആണ് ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വെയർ വോൾ, അതായത് വെയർ വാൾ എൻഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ്. എന്തുകൊണ്ടാന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു തരാം. ഇവിടെ വാട്ടർ ഉണ്ട്. വാട്ടർ ഉള്ളത് കൊണ്ട് അപ്ലിഫ്റ്റ് പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടറിന്റെ വെയിറ്റും കൂടി ഉണ്ട്. അതുകൊണ്ട് അവിടെ ഈ ഒരു പോയിന്റിൽ നോമിനൽ തിക്നെസ് കൊടുത്താൽ മതി. ഈ ഇവിടം വരെ ഒരു നോമിനൽ തിക്നെസ് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള തിക്നെസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ വാട്ടറിന്റെ ലാറ്ററൽ ഫോഴ്സ് കാരണം ഓവർടേൺ ചെയ്യാൻ സാധ്യത. അതുകൊണ്ടാണ് ഈ പോയിന്റ് ക്രിട്ടിക്കൽ ആവുന്നത്. അതുകൊണ്ടാണ് ഈ പോയിന്റിന്റെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? അർജുൻ, വി അർജുൻ. അർജുൻ ക്ലാസ്സിലല്ല. അർജുൻ, ഈ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? ടി ഈസ് ഈക്വൽ ടു, നോട്ടിൽ മറിച്ച് നോക്കിക്കേ, ബ്ലൈസ് തിയറിയുടെ രണ്ടാമത്തെ സേഫ്റ്റി കൺസിഡറേഷനിൽ തിക്നെസിന്റെ ഇക്വേഷൻ ഉണ്ട്. തോമസ് പോയാ? നെറ്റ് പോയി കാണാം അല്ലെ? ശ്വേത, മിസ്, തിക്നെസിന്റെ ഇക്വേഷൻ എന്താ? T equal to 4/3 h into h by g minus 1. 4/3 h by g minus 1. h എന്താ? h എന്താ? എല്ലാവരും മറന്നോ? ശ്വേത, h എന്താ? റെസിഡ്യൂൽ ഹെഡ്. റെസിഡ്യൂൽ ഹെഡ്. റെസിഡ്യൂൽ ഹെഡ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എങ്ങനെയാ റെസിഡ്യൂൽ ഹെഡ് കിട്ടുന്നേ? ഹെഡ് ലോസ് കണ്ടുപിടിച്ചിട്ട്. അല്ല, ഒരു സാധനം നമുക്ക് വരയ്ക്കണ്ടേ? അതിന്റെ പേരെന്താ? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? എച്ച് കണ്ടുപിടിക്കുന്നത്. അതിനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. സ്വാതിമ, ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വരയ്ക്കുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൈലില്, അതായത് കട്ട് ഓഫില്, രണ്ട് കട്ട് ഓഫിലും ഒരു ഡിപ്രഷൻ കൊടുക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വാട്ടർ ലെവൽ ആയിരിക്കും. വാട്ടർ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കട്ട് ഓഫിൽ നിന്ന് അടുത്ത കട്ട് ഓഫ് വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും, സ്ലോപ്പ് ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നേരെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യും. സെക്കൻഡ് കട്ട് ഓഫ് വരുമ്പോൾ വേറൊരു വെർട്ടിക്കൽ ഡിപ്രഷൻ കൊടുക്കും. ഓക്കെ, ഇങ്ങനെയായിരുന്നു നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യുന്നത്. ഇനി എച്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഏത് പോയിന്റിലെ തിക്നെസ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് തൊട്ട് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വരെയുള്ള ഓർഡിനേറ്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. തോമസിനോട് ക്ലാസ് കയറിക്കോളാൻ പറ, ചോദ്യം ചോദിക്കത്തില്ല എന്ന് പറ, ഇനി ക്ലാസ് മിസ്സാവണ്ട. സ്വതിമ, എങ്ങനെയാ ഈ എച്ച് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് ഈ പോയിന്റിലെ തിക്നെസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിന് എച്ച് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? 3.1 plus
ആ അതിന് ഹൈഡ്രോളിക് ഗ്രേഡിയന്റിന്റെ ഓരോ വാല്യൂസ് അറിയണ്ടേ? ആ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഞാൻ 3 മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ 3 മെത്തേഡിൽ നിങ്ങൾക്ക് തേർഡ് മെത്തേഡ് ആണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പൊ അതിനെന്താ കണ്ടുപിടിക്കണ്ടേ? ഈ ഒരു ഡിപ്രഷൻ എത്രയാണ്? അതെങ്ങനെ കണ്ടുപിടിക്കുക ഈ വാല്യൂ? ടോട്ടൽ ഹെഡ് അല്ല, ഈ ഇത്രയും വാല്യൂ മാത്രം. അതിനൊരു ഇക്വേഷൻ ഇല്ലേ? അത് ഇന്റർപോളേഷൻ വെച്ച് ചെയ്യാം. എന്തോ ഇന്റർപോളേഷൻ വെച്ച് ചെയ്യാം. ഓക്കെ. അതിനു മുന്നേ നമുക്ക് കുറച്ച് വാല്യൂസ് വേണ്ടേ? ഈ ഒരു ഡിപ്രഷന്റെ വാല്യൂ വേണ്ടേ? ഈ കാണുന്ന വാല്യൂ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് തന്നെ പറഞ്ഞോ. അപ്പൊ ഇവിടം വരെയുള്ള ഈ പോയിന്റ് വരെയുള്ള ഒന്നുകൂടെ പറഞ്ഞുതരാം. എല്ലാവരും എല്ലാം മറന്നു തോന്നുന്നു. സോ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാം. സ്വതിമ മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. ഇവിടെ കാണുന്നതിനനുസരിച്ച് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹെഡ് ലോസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ആണ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എ വാല്യൂ, അതായത് വെർട്ടിക്കൽ കട്ട് ഓഫ്, ഇവിടെ നിന്ന് വാട്ടർ സീപ്പ് ചെയ്ത് ഇത്രയും ദൂരം എത്തുമ്പോഴത്തേക്കും ആ ടോട്ടൽ ഹെഡ് ലോസ് ആവുന്നതാണ് അർത്ഥം. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റ് വരെ, എ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെർട്ടിക്കൽ കട്ട് ഓഫിനെ റൗണ്ട് ചെയ്തിട്ട് വാട്ടർ സീപ്പ് ചെയ്യുമ്പോൾ, അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി എന്ന് പറയുന്ന പോയിന്റ് വരെ എത്തുമ്പോൾ എത്ര ഹെഡ് ഇവിടെ ലോസ് ആയി എന്നുള്ളതാണ് ഈ ലൈൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, ഈ പോയിന്റ് വരെ ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ ഏത് പോയിന്റ് എടുത്താലും ഇവിടം വരെ എടുക്കുവാണെങ്കിൽ ഈ കാണുന്ന ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം വാട്ടർ ഹെഡ് ലോസ് ആയിട്ടുണ്ടെന്നാ. അപ്പം എ ടു പോയിന്റ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റ് വരെ എത്ര ടോട്ടൽ ഹെഡ് ലോസ് ഉണ്ടായി എന്നാണ് ഇവിടെ കാണിക്കുന്നത്, ഈ ഓർഡിനേറ്റ്. സോ ഈ ഒരു ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഹെഡ് ലോസ് അപ് ടു ദാറ്റ് പോയിന്റ് ആയിരിക്കും. അതെങ്ങനെയാ കണ്ടുപിടിക്കാം? ആ പോയിന്റ് വരെയുള്ള ക്രീപ്പ് ലെങ്ത് കണ്ടുപിടിക്കുക, ഇൻറ്റു HL/L ചെയ്താൽ മതി. HL എന്താ? ഹെഡ് ലോസ്, അതായത് ടോട്ടൽ ഹെഡ് ലോസ്. ഇവിടെ വരുമ്പോൾ 2.6 ആണ്. അത് നിങ്ങൾ ഫസ്റ്റ് ഗീവൻ ഡീറ്റെയിലിൽ ക്യാപിറ്റൽ HL എന്ന് എഴുതിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. ഓക്കെ. HL/L ഇൻറ്റു ഏത് പോയിന്റ് വരെയുള്ള ഹെഡ് ലോസ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് വരെയുള്ള ഹെഡ് ലോസ്. സോ നിങ്ങൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഞാൻ യെല്ലോയിൽ ഡിനോട്ട് ചെയ്തേക്കുന്ന വാല്യൂ ആണ്. സോ ആ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുക? ആ വാല്യൂ എന്ന് പറയുന്നത് എന്താ? എ ടു ബി വരെ വാട്ടർ ക്രീപ്പ് ചെയ്തപ്പോൾ എന്തോരം ഹെഡ് ലോസ് ആയി എന്നുള്ളതാണ് ഈ കാണിക്കുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത്. എയിൽ നിന്ന് ബി വരെ ഹെഡ് ക്രീപ്പ് ചെയ്തപ്പോൾ എന്തോരം ഹെഡ് ലോസ് ഉണ്ടായി, അതാണ് കണ്ടുപിടിക്കുന്നത്. സോ തിക്നെസിന്റെ അവിടെ നമ്മൾ ആദ്യമേ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ പ്ലോട്ട് ചെയ്യണം. ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ പ്ലോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ആദ്യമേ ലൈൻ വരച്ചു, ഈ 2 ഓർഡിനേറ്റ്സ് എങ്കിലും മിനിമം കണ്ടുവച്ചേക്കുക. അത് കഴിഞ്ഞ് ഇന്റർപോളേറ്റ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കുക. എവിടെയൊക്കെ ഡിപ്രഷൻ ഉണ്ടോ ആ ഡിപ്രഷന്റെ വാല്യൂസ് മാത്രം നിങ്ങളൊന്ന് എഴുതി വെക്കുക. സോ ഈ ഒരു ഡിപ്രഷന്റെ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ എന്താ? ഈ ഡിപ്രഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ HL/L ഇൻറ്റു എ ടു ബി വരെയുള്ള ക്രീപ്പ് ലെങ്ത് ആണ്. ഓക്കെ. HL/L ഇൻറ്റു എ ടു ബി വരെയുള്ള ക്രീപ്പ് ലെങ്ത്. സോ ഈ ഒരു വാല്യൂ എത്രയാന്നുള്ളതാണ് ഞാൻ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ HL/L ഇൻറ്റു എ ടു ബി വരെയുള്ള ക്രീപ്പ് ലെങ്ത് ഫ്രം എ ടു ബി. നിങ്ങൾ തന്നെ സ്വതിമ, എ ടു ബി വരെയുള്ള ക്രീപ്പ് ലെങ്ത് എത്രയാ? 2 into 3.1. ഓക്കെ. 2 into ക്രീപ്പ് ലെങ്ത് ഫ്രം എ ടു ബി. അപ്പൊ അത് എത്ര വരും? 2 into 3.1. അതെങ്ങനെയാ വന്നേ? D1 എന്ന് പറയുന്നത് കട്ട് ഓഫ് ആണിത്. കട്ട് ഓഫിന്റെ ഡെപ്ത് 2 തവണ അല്ലെ? എയിൽ നിന്ന് ആദ്യം ഇതിന്റെ ബോട്ടം വരെ പോയി, അത് കഴിഞ്ഞ് ബോട്ടത്തിൽ നിന്ന് ബി വരെ. അതുകൊണ്ടാണ് 2 into 3.1 എന്ന് പറയുന്നത്.
സോ 2 into 3.1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 6.2 മീറ്റർ എന്ന് കിട്ടും. ക്രീപ്പ് ലെങ്ത് ഫ്രം എ ടു ബി. ഇനി നമുക്ക് എന്ത് വേണം? HL/L എന്ന് പറയുന്ന വാല്യൂ വേണം. അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെക്കുക. HL എത്രയാ? 2.6. 2.6. HL is equal to 2.6. അത് നിങ്ങൾ ഗിവൺ ഡീറ്റെയിലിൽ ഫസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാ. ഗിവൺ ഡീറ്റെയിൽ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് HL എത്രയാന്നുള്ളത്, 2.6. ഇനി നിങ്ങൾക്ക് എന്ത് വേണം? L വേണം. L എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് ആണ്. അതായത് എയിൽ നിന്ന് ക്രീപ്പ് ചെയ്ത് ഈ ഒരു പോയിന്റ് ഞാൻ ഡി എന്ന് മാർക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഡി എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ സിയും ഡിയും, അതായത് എ ടു ബി ക്രീപ്പ് ചെയ്തു, ബി ടു സി ക്രീപ്പ് ചെയ്തു, സി ടു ഡി ക്രീപ്പ് ചെയ്തു. അപ്പം എയിൽ നിന്ന് ഡി വരെയുള്ള ക്രീപ്പ് ലെങ്ത് ആണ് എന്ത്? എൽ എന്ന് പറയുന്നത്. എൽ ഈസ് ദ ടോട്ടൽ ക്രീപ്പ് ലെങ്ത്. ശ്രുതി, ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? 2 into 3.1 2 into 3.1 plus plus 4 4 plus mm, 3.5 mm, plus 12 mm. plus 2 into 3.1. 2 into 3.1. വാല്യൂ എങ്ങനെയാ കിട്ടിയെന്ന് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 3.1 2 തവണ, പിന്നെ ഈ ടോട്ടൽ ലെങ്ത് പിന്നെയും 3.1 2 തവണ. സോ എത്ര ശ്രുതി വാല്യൂ? $31.9. 31.9 എന്ന് കിട്ടും. സോ ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. HL/L ഇൻറ്റു ക്രീപ്പ് ലെങ്ത് ഫ്രം എ ടു ബി. ആ വാല്യൂ അതിൽ എല്ലാ ടേംസും ഇപ്പൊ കിട്ടിയില്ലേ? HL/L എത്രയാണെന്നറിയാം. ക്രീപ്പ് ലെങ്ത് ഫ്രം എ ടു ബി, അതായത് 2 into D1. ഓക്കെ, അത് എത്രയാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞേ. HL/L into 2D1 equal to HL എന്ന് പറയുന്നത് 2.6 divided by 31.9 into 2 into 3.1. ശ്രുതി, Miss, ഈ വാല്യൂ കൂടെ പറയുമോ? 0.505. 0.505 മീറ്റർ. 0.505 മീറ്ററിന് കിട്ടും. ഇനി ഇതുപോലെ ശ്രീരാജ്, ഈ വാല്യൂ എത്രയായിരിക്കും? ഈ ഒരു ഡിപ്രഷൻ അതെങ്ങനെ കണ്ടുപിടിക്കുക? HL/L into 2D1. അത് തന്നെ. HL/L into 2 into D1. സോ ആ വാല്യൂ എത്ര തന്നെ ആയിരിക്കും? 0.505 മീറ്റർ തന്നെ. കാരണം എന്താന്ന് വെച്ചാൽ വാല്യൂ മാറുന്നില്ല അല്ലെ? D2, അതായത് D1 ഈക്വൽ ടു D2 തന്നെയാണ്. അതുകൊണ്ടാണ് വാല്യൂ മാറാത്തത്. അല്ലായിരുന്നെങ്കിൽ വാല്യൂ മാറിയേനെ. സോ അതായത് സിയിൽ നിന്ന് ഡി വരെ എന്തോരം ക്രീപ്പ് ചെയ്തു, ക്രീപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ഹെഡ് ലോസ് എത്ര, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 0.505 മീറ്ററിന് കിട്ടും. സോ ഈ രണ്ട് വാല്യൂസും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇത് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ തിക്നെസ്സിലേക്ക് പോകാൻ പറ്റൂ. അതായത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്തിട്ട് എവിടെയൊക്കെ ഡിപ്രഷൻ ഉണ്ടോ ആ ഡിപ്രഷന്റെ എല്ലാം വാല്യൂസ് അറ്റ്ലീസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി.
ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഓക്കെ, സോ ഇനി ചെയ്യേണ്ടത് തിക്നെസ് ഇസ് ഈക്വൽ ടു, ഇതാണല്ലോ നമ്മളുടെ ഇക്വേഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് എവിടെയാണോ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഡിറ്റർമിൻ ചെയ്ത് വെക്കുക. അതായത് ഈ ഒരു കേസ് 12 മീറ്റർ വരുന്നുണ്ട്. 12 മീറ്റർ വരുമ്പോൾ എന്തായാലും നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് ഈ ഒരു പോയിന്റ് വേണം. പിന്നെ ഒരു പോയിന്റിലും കൂടെ തിക്നെസ് കണ്ടുപിടിച്ച് വെക്കുക. ഇവിടെ 12 മീറ്റേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ടാണ്, അതായത് 12 മീറ്ററിലും ഇത്രയും തിക്നെസ് കൊടുത്താൽ അത് ഇക്കണോമിക്കൽ അല്ല. അതുകൊണ്ട് ഒരു 3 പോയിന്റ് ഒക്കെ എടുക്കാം. നമുക്കിവിടെ ഈ 6ാമത്തെ മീറ്ററിൽ, അതായത് 12ന്റെ പകുതിയിലും കൂടെ ജസ്റ്റ് ഒരു തിക്നെസ് കണ്ടുപിടിക്കുക. അതായത് ആദ്യമേ കണ്ടുപിടിക്കുന്ന തിക്നെസ്, ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ കണ്ടുപിടിക്കുന്ന തിക്നെസ് എന്ന് പറയുന്നത് ഫസ്റ്റ് 6 മീറ്റേഴ്സിലേക്ക് കൊടുക്കുക. ഇവിടെ തൊട്ട് ഫസ്റ്റ് 6 മീറ്റേഴ്സിലേക്ക് ആദ്യത്തെ ആ പോയിന്റിൽ കിട്ടുന്ന തിക്നെസിന്റെ വാല്യൂ കൊടുക്കുക. അത് കഴിഞ്ഞാൽ 6th മീറ്ററിൽ കണ്ടുപിടിക്കുന്ന തിക്നെസ് ബാക്കി ത്രൂ ഔട്ട് സെക്ഷനിലും കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടെ 12 മീറ്റേഴ്സ് ലെങ്ത് ഉള്ളത് കൊണ്ടാണ്. അത്രയും ലെങ്ത് വരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു 2 പോയിന്റിലെങ്കിലും തിക്നെസ് കണ്ടുപിടിച്ച് വെക്കുക. ഇക്കണോമിക്കൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ അതിൽ ഇപ്പം ഈ സെയിം സാധനം എൻ്റയർ തിക്നെസ്സിൽ കൊടുത്താലും വലിയ കുഴപ്പമൊന്നും വരാനില്ല. ഓക്കെ, ഇനി അപ്പൊ ആ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഉണ്ട്. ഇനി നമുക്ക് എവിടെയാണ് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് നോക്കും. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് തിക്നെസ് എവിടെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? അറ്റ് ഡൗൺ സ്ട്രീം ജംഗ്ഷൻ ഓഫ് വെയർ വാൾ. ജസ്റ്റ് ഏത് പോയിന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിലെ തിക്നെസ് ആണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നതാണ്. ഓക്കെ, അറ്റ് ഡൗൺ സ്ട്രീം ജംഗ്ഷൻ ഓഫ് വെയർ വാൾ. അവിടുത്തെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ T is equal to 4/3 h/g-1. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. അതിന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? H കാൽക്കുലേറ്റ് ചെയ്യണം. H കാൽക്കുലേറ്റ് ചെയ്യാൻ ഇനി എന്ത് ചെയ്യണം? H കാൽക്കുലേറ്റ് ചെയ്യാൻ ഇന്റർപോളേറ്റ് ചെയ്യുക. ഇതാണ് H എന്ന് പറയുന്നത്. അതായത് ഈ പോയിന്റിൽ നിന്ന് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വരെയുള്ള ആ ഒരു ഓർഡിനേറ്റ്, വെർട്ടിക്കൽ ഓർഡിനേറ്റ് ആണ് H എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇന്റർപോളേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, ഇന്റർപോളേഷൻ മെത്തേഡ്. അപ്പൊ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ട്രപ്പിസോയിഡ് എടുക്കുക. ഈ ഒരു ട്രപ്പിസോയിഡ്, ഓക്കെ, ഇത് നോക്കുക. ഈ ഒരു ട്രപ്പിസോയിഡ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്ത ട്രപ്പിസോയിഡ് ആണ് ഇവിടെ ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നത്. ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്ത ട്രപ്പിസോയിഡ് ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചു. സോ അതിന്റെ ലെങ്ത് എത്രയാണ്, ഓരോ ഓർഡിനേറ്റ് എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്യണം. സോ ഇത് എത്ര വരും? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സെയിം സാധനം ഇങ്ങോട്ടേക്ക് ചെറുതാക്കി വരച്ചെന്നേ ഉള്ളൂ. ആ ഓർഡിനേറ്റ് എത്രയായിരിക്കും? സോന, ഈ വാല്യൂ എത്രയാണ്? 19.5. 19.5. ഓക്കെ, 19.5. ഇതോ ഈ വാല്യൂ? 0.505. 0.505. ഈ വാല്യൂം കൂടെ 2.6. 2.6 ആണോ? അല്ല, അതെ. ബ്ലൂ നോക്കിയേ, ബ്ലൂ ലൈൻ 2.6 minus 0.505. 2.6 മൈനസ് 0.505. നമുക്ക് വേണ്ടത് ഈ ഒരു ഓർഡിനേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 2.6 മൈനസ് 0.505 ആയിരിക്കും. ഓക്കെ,
എനിക്ക് ഈ ട്രപ്പിസോയിഡ് ആണ് വേണ്ടത്. സോ ഈ വാല്യൂം കിട്ടി. 2.6 മൈനസ് 0.505 അത് എത്രയാ? 2.095. 2.095. എന്ന് കിട്ടും. ഇനി നമുക്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു പോയിന്റിലാണ്. സോ അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ആ ഒരു വാല്യൂം കൂടെ വേണം. സോ ഇതാണ് നിങ്ങളുടെ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എത്രയാ സോന? ഈ ഡിസ്റ്റൻസും കൂടെ ഇവിടെ നോക്ക. 7.5. 7.5 അതെവിടെ നീട്ടിയ? അല്ല, ഏതാണത്? 12 അല്ലേ? 12 മീറ്റർ അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് ഈ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ഇവിടെ നോക്കുക. ഞാൻ ആ ബ്ലൂവിൽ മാർക്ക് ചെയ്തേക്കുന്ന ആ ട്രപ്പിസോയിഡ് ആണ് ഇങ്ങോട്ടേക്ക് എടുത്ത് വരച്ചിരിക്കുന്നത്. സോ ആ ട്രപ്പിസോയിഡിൽ ഓരോ പോയിന്റിനെ നോക്കിയിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഇല്ലായിരിക്കും. 12 എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിൽ നിന്നാണോ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുക. അപ്പൊ 12 മീറ്റർ. സോ നിങ്ങൾക്ക് വേണ്ട വാല്യൂ ഇതാണ്. ഈ ഡിസ്റ്റൻസ് h ആണ് വേണ്ടത്. അത് ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചൂടെ? ഇന്റർപോളേറ്റ് ചെയ്തോ? ഇന്റർപോളേറ്റ് ചെയ്യാൻ ഞാൻ ഇനി പറഞ്ഞു തരണ്ടല്ലോ. ഒന്നെങ്കിൽ കാൽക്കുലേറ്ററെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇന്റർപോളേഷന്റെ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. ഇന്റർപോളേഷൻ പറഞ്ഞു തരണോ ഇനി? യെസ് ഓർ നോ? ഇന്റർപോളേറ്റ് ചെയ്യാൻ പറഞ്ഞു തരണോ വേണ്ടയോ? നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഇന്റർപോളേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്കുക, വാല്യൂ പറയുക. ഇനി ഇല്ല എങ്കിൽ ഞാൻ വേണേ പറഞ്ഞുതരാം ഇന്റർപോളേറ്റ് ചെയ്യാൻ വേണ്ടി. പറഞ്ഞു തരണമെങ്കിൽ എസ് എന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. വേണ്ടെന്നല്ലേ അതിനർത്ഥം? ഓക്കെ. സോ കാൽക്കുലേറ്ററിലുള്ളത് നിങ്ങൾ നോക്കുക. ഇതിപ്പം ഈ ഒരു കേസിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. സോ ഇതാണ് നിങ്ങളുടെ എച്ച്. കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ ഈ കാണുന്നതാണ്. എച്ച് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നതാണ് ഇന്റർപോളേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത്. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇവിടം വരെയുള്ളത് 0.505 ആണെന്ന് അറിയാലോ. അപ്പൊ ആ ഒരു റെക്ടാംഗിൾ കൺസിഡർ ചെയ്യുക. റെക്ടാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് വരെയുള്ള വാല്യൂ 0.505 ആണെന്ന് മനസ്സിലായി. 0.505 ആണെന്ന് മനസ്സിലായി. ഇനി ഈ ഒരു സ്മോൾ വാല്യൂം കൂടെ വേണം. ഓക്കെ, എച്ചിലെ പകുതി വാല്യൂ കിട്ടി. 0.505 വരെയുള്ള വാല്യൂ കിട്ടി. സോ ടോട്ടൽ എച്ച് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഒരു പോയിന്റും പിന്നെ ഒരു റെക്ടാങ്കിളിന്റെ അവിടെ 0.505 എന്നും കിട്ടി. എച്ച് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.505 പ്ലസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. എക്സ് എന്ന് ഞാൻ ജസ്റ്റ് ഡിനോട്ട് ചെയ്തേ ഉള്ളൂ. എക്സ്. അപ്പൊ ഈ എക്സും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് വേണ്ടിയിട്ട് രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ഒരു സ്മോൾ ട്രയാങ്കിൾ. ഈ സ്മോൾ ട്രയാങ്കിൾ ആണ് ഫസ്റ്റ് വൺ. പിന്നെ രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ഒരു വലിയ ട്രയാങ്കിളും. ഈ ഒരു വലിയ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? എക്സ് ഡിവൈഡഡ് ബൈ സിമിലർ ട്രയാങ്കിൾ റൂൾ നോക്കുക. അപ്പൊ എക്സ് ഡിവൈഡഡ് ബൈ എന്ത് വരും? 12 ഈക്വൽ ടു ഈ ഓർഡിനേറ്റ്. ഈ ഓർഡിനേറ്റ് എത്രയായിരിക്കും വരുന്നത്? ഇത്രയും ഡിസ്റ്റൻസ് 2.095
മൈനസ് 0.505 ആയിരിക്കും. 2.095 ഡിവൈഡഡ് മൈനസ് 0.505 ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത്. ടോട്ടൽ ലെങ്ത് എത്രയാ? 19.5. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ് കിട്ടും. അപ്പൊ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി എച്ച് ഈസ് ഈക്വൽ ടു 0.505 പ്ലസ് എക്സ് ചെയ്താൽ മതി. അപ്പൊ ടോട്ടൽ ഓർഡിനേറ്റ് കിട്ടും. ഇതൊന്നും വേണ്ട, ഡയറക്റ്റ് എല്ലാ വാല്യൂസും നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റും, ഇന്റർപോളേഷൻ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, ഇനി അതില്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, എച്ചും കാൽക്കുലേറ്റ് ചെയ്യുക. ശത ആദിത്യ, അജയ്, ശത വാല്യൂ പറയണേ. എനിക്ക് എച്ചിന്റെ വാല്യൂ മതി, എക്സോ അതൊന്നും എനിക്ക് വേണ്ട, എച്ചിന്റെ വാല്യൂ മാത്രം മതി. ഫൈനൽ ആൻസർ മതി. അമൽ ലക്ഷ്മൺ, അമൽ രാജി, അമൃത കെ പി, അനഘ പവിത്രൻ, അഞ്ജലി പ്രശാന്ത്, അഞ്ജിത ഇ, ബർണ ജോസ്, ബർണ കെ എം, ആർദ്ര എൻ കരു, അരുണിമ മോഹനൻ, അരുണിമ എം ആർ, അസ്ലീമ, അശ്വിനി, ആതിര എൻ പി, ഐഷ അത്തൂസ്, ചൈതന്യ, ധനുഷ, ദിന, പോയിന്റ് അത് എക്സ് അല്ലേ കിട്ടിയേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എച്ച് മതി. എച്ച് എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? ഗോപിക വിദ്യാധരൻ, ജമുന, 0.97 plus 0.5. പോയിന്റ് 0.978 പ്ലസ് 0.505. 0.505. അപ്പൊ എത്ര കിട്ടും എച്ച്? 1.48. 1.48 എന്ന് കിട്ടും. സോ ഇത് സോൾവ് ചെയ്യുമ്പം എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എച്ച് എന്ന് പറയുന്നത് 1.48 എന്ന് കിട്ടും, എച്ചിന്റെ വാല്യൂ. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യം ക്ലിയർ ആണോ? എച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ് ഓർ നോ? ക്ലിയർ ആണോ? യെസ് ഓർ നോ? ബാക്കി ആർക്കും മനസ്സിലായില്ലേ? സോന, ശ്രീരാഗ്, ഗോകുൽ മനസ്സിലായില്ലേ? മനസ്സിലായി. ശ്രീരാഗ്, ശ്രീരാഗില്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പം എച്ച് കാൽക്കുലേറ്റ് ചെയ്തു. എച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, തിക്നെസിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 4/3 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 1.48 ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമ്മളുടെ ജി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 2.4 മൈനസ് 1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിക്നെസ് എന്ന് പറയുന്നത് തിക്നെസ് 1.409 എന്ന് കിട്ടുമോ? ഇങ്ങനെയാണോ കിട്ടിയേ? അതിനെ നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്ത് 1.5 മീറ്ററിനാക്കുക. ഓക്കെ, അപ്പൊ 1.5 മീറ്റർ തിക്നെസ് ഈ ഒരു പോയിന്റിൽ നമുക്ക് കൊടുക്കണം എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത് എവിടെയാ കണ്ടുപിടിക്കേണ്ടത്? അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 6 മീറ്റർ മാറി, ഇത് ഈ ജംഗ്ഷനിൽ നിന്ന് 6 മീറ്റർ മാറിയുള്ള പോയിന്റിലെ തിക്നെസ്സും കൂടെ കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞല്ലോ
നിങ്ങൾക്കിപ്പം ഈ കിട്ടിയ തിക്നെസ് എൻറ്റയർ ലെങ്തിൽ ആ സെയിം തിക്നെസ് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 6 മീറ്ററും കൂടെ മാറി ഉള്ള വാല്യൂ കണ്ടുപിടിക്കുക. ഒരു പകുതിയിൽ 12ന്റെ പകുതിയെ ഉദ്ദേശിച്ചുള്ളൂ. 12ന്റെ പകുതിയിൽ ഒരു തിക്നെസ് കൂടെ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ തിക്നെസ് ബാക്കി ഉള്ള ലെങ്തിലും കൊടുക്കുക. ഇപ്പം രണ്ടാമത്തത് സെക്കൻഡ് വൺ, at half length of downstream flow. ഡൗൺസ്ട്രീം ഫ്ലോറിന്റെ പകുതിയിലുള്ള തിക്നെസ് കണ്ടുപിടിക്കാം. ഇപ്പൊ തിക്നെസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4/3 h/g-1 തന്നെ. അതിൽ h കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇനി h എന്ന് പറയുന്ന ഏതായിരിക്കും വാല്യൂ? ഈ കാണുന്ന വാല്യൂ. ഇപ്പൊ ഞാൻ റെഡിൽ മാർക്ക് ചെയ്യാൻ പോകുന്നതാണ് h എന്ന് പറയുന്നത്. ഈ ഒരു വാല്യൂ ആണ് h. രണ്ടാമത്തെ കേസ് വരുമ്പോൾ ഏത് പോയിന്റിലാണോ നിങ്ങൾക്ക് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ പോയിന്റിൽ നിന്ന് റെസിഡ്യൂവൽ ആ പോയിന്റിൽ നിന്ന് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് h എന്ന് പറയുന്നത്. സോ ഇതിന് ഈ h കാൽക്കുലേറ്റ് ചെയ്യാനും എന്ത് നമ്മൾ എടുക്കണം? ഈ ഞാനിപ്പോ ഇച്ചിരി മുമ്പ് ബ്ലൂ വരച്ചില്ലേ, ആ ബ്ലൂ എന്ന് പറയുന്ന സെയിം ഫിഗർ ഒന്നും കൂടെ വരയ്ക്കണം. പക്ഷേ ഇവിടെ ഏത് വാല്യൂ മാറുന്നേ? ടോട്ടൽ ഫ്ലോർ ലെങ്തിന് മാറ്റമൊന്നും വരത്തില്ലല്ലോ. ഓക്കെ, സായുജ്യ മിസ് ഈ വാല്യൂ എത്രയാ? 0.505. 0.505. ഇതോ? എന്തോ? അല്ല 1.483. അതെങ്ങനെയാണ്? ഇപ്പൊ എടുത്തതല്ലേ? ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ട്രപ്പിസോയിഡ് തന്നെയാ. ഇച്ചിരി മുമ്പ് വരച്ച സെയിം ട്രപ്പിസോയിഡ് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരച്ചിരിക്കുന്നത്. 2.095. 2.095. ടോട്ടൽ ലെങ്ത് 19.5. 19.5. ഈ ഒരു ഡയമെൻഷൻ എന്താ? ഈ വാല്യൂ ആയിരിക്കണം. 6 meter. 6 മീറ്റർ ആയിരിക്കും. ഓക്കെ, 6 മീറ്റർ. അപ്പൊ 6 മീറ്ററിൽ നിന്നുള്ള h എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യണം. ആ h കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. ഇവിടെ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ 6ലാണ് വരുന്നത്. 6 മീറ്റർ മാറിയുള്ള ഓർഡിനേറ്റ് എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ വ്യത്യാസം. ഈ ഒരു ട്രപ്പിസോയിഡിനെ നമുക്ക് ഒരു റെക്ടാംഗിളും ഒരു ട്രയാംഗിളും ആയിട്ട് കുറയ്ക്കാൻ. ടോട്ടൽ h എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് 0.505 ആയിരിക്കും. പിന്നെ ഒരു സ്മോൾ എക്സ് ഉണ്ട്, ആ സ്മോൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? എക്സ് ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 2.095 മൈനസ് 0.505 ഡിവൈഡഡ് ബൈ 19.5 ഏതാണ്? അങ്ങനെ എച്ച് കാൽക്കുലേറ്റ്. എച്ചിന്റെ വാല്യൂ സായുജ്യ പറയണേ.
0.994. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് 0.994 എന്ന് കിട്ടും. ഓക്കെ, h is equal to 0.505 x എന്നാണ് വരുന്നത്. x കാൽക്കുലേറ്റ് ചെയ്യാൻ x ഡിവൈഡഡ് ബൈ 6 equal to 2.095 minus 0.505 divided by 19.5. ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് h കിട്ടുക. h is equal to 0.994 മീറ്റർ എന്ന് കിട്ടും. സോ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. t is equal to 4/3 h by g minus 1. So 4/3 into h എന്ന് പറയുന്നത് 0.994 divided by g. 2.4 minus 1 equal to എത്ര കിട്ടും? സായുജ്യ ഒരു മിനിറ്റ് ചെയ്യും. ആ 0.946. 0.946 മീറ്റർ. സോ അതിന് നമുക്ക് 1 മീറ്റർ വരും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഡിസൈൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ഒരു ഡിസൈൻ. അപ്പം നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സെക്ഷനും കൂടെ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ എല്ലാ വാല്യൂസ് ഇത്രയും നേരം കിട്ടിയ ഏതൊക്കെയായിരുന്നു? വെയർ ആദ്യമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, ടോപ്പ് വിഡ്ത്ത്, ബോട്ടം വിഡ്ത്ത്. പിന്നെ നമ്മൾ എന്താ ഡിസൈൻ ചെയ്തത്? കട്ട് ഓഫിന്റെ ഡെപ്ത്, പിന്നെ ഫ്ലോറിന് ഓരോ ലെങ്തും ഫ്ലോറിന്റെ തിക്നെസ്, അതെല്ലാം എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി അപ്സ്ട്രീം എൻഡില് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് 0.8 എന്ന് പറയുന്ന ഒരു നോമിനൽ തിക്നെസ് ആണ്. വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിന് വരുമ്പം അപ്സ്ട്രീം എൻഡിൽ നമ്മൾ തിക്നെസ് കൊടുക്കുന്നത് എപ്പോഴും 0.8 മീറ്ററും ഈ വെയർ വാളിന്റെ ബോട്ടം വരുമ്പോഴത്തേക്കും 1 മീറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ തിക്നെസ് കൊടുക്കുന്നത്. ഓക്കെ, അതെപ്പോഴും അങ്ങനെ തന്നെ സെയിം തന്നെയാണ്. ഒരു നോമിനൽ തിക്നെസ് പ്രൊവൈഡ് ചെയ്താൽ മതി. 0.8ഉം ഇവിടെ 1 എന്നുള്ള രീതിയിൽ. ഓക്കെ, അതിന്റെ ഫിഗർ അപ്പൊ വരയ്ക്കുക. എല്ലാ ഡയമെൻഷനും കൂടെ വരുന്ന രീതിയിലാണ് ഫിഗർ വരയ്ക്കേണ്ടത്. എന്റെ കൂടെ വരച്ചെടുക്കണേ.
ഈ ലെങ്തിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. തിക്നെസ് മാർക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. ബാക്കി എല്ലാ ഡയമെൻഷനും നമ്മൾ അതിന്റെ കൂടെ മാർക്ക് ചെയ്ത് പോയതാ. ഓക്കെ. 10 meter, 4 meter, 3.5 meter, 20 meter. ഓക്കെ, ഈ ഡയമെൻഷൻ എഴുതണ്ട, ഒരു മിനിറ്റ് ഞാൻ പറയാം. പിന്നെ കട്ട് ഓഫിന്റെ ഡെപ്ത് മാർക്ക് ചെയ്യാം. ഈ ഡെപ്ത് എന്ന് പറയുന്നത് 3.1 മീറ്റർ ആയിരുന്നു. 3.1 മീറ്റർ. പിന്നെ ഇത് എത്രയാ? 0.6 മീറ്റർ. ഇത്രയും ഡിസ്റ്റൻസ് 2 മീറ്റർ അതെ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആദ്യമേ നോമിനൽ തിക്നെസ് എന്ന് പറയുന്നത് ഇവിടം വരെ 0.8 മീറ്റർ ആണ്. ഓക്കെ, ഫസ്റ്റ് ഈ അപ്സ്ട്രീം ഫ്ലോറിന് 0.8 മീറ്റർ, പിന്നെ വെയർവാളിന്റെ ബോട്ടം വരെ 1 മീറ്റർ, ഇങ്ങനെയാണ് എപ്പോഴും കൊടുക്കുന്നത്. ഓക്കെ, വെയർവാളിന്റെ ബോട്ടം വരെ 1 മീറ്റർ. ഇനി വെയർവാളിന്റെ ബോട്ടത്തിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ച തിക്നെസിന്റെ വാല്യൂ. ആദ്യത്തെ വാല്യൂ എത്രയാ? അത് എവിടെ വരെ കൊടുക്കണം? ഒരു 6 മീറ്റർ വരെ നമ്മൾ എത്ര കൊടുക്കണം? ആദ്യം കണ്ടുപിടിച്ച വാല്യൂ. ആദ്യം കണ്ടുപിടിച്ച തിക്നെസ് 1.5 മീറ്റർ അല്ലായിരുന്നു. സോ 1.5 മീറ്റർ ഇവിടെ നിന്ന് തിക്നെസ് കൊടുക്കുക. എത്ര മീറ്റർ വരെ? 6 മീറ്റർ വരെ 1.5ഉം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 6 മീറ്ററിൽ എത്രയാ കണ്ടുപിടിച്ചേ? 1 മീറ്ററും ആയിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ഫ്ലോർ വരിക. കാരണം ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ മുഴുവൻ നോമിനൽ തിക്നെസ് 0.8 മീറ്റർ, വെയർവാളിന്റെ ബോട്ടത്തിൽ 1 മീറ്റർ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ക്രിട്ടിക്കൽ പോയിന്റിന്റെ തിക്നെസ് എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയത് ആ വാല്യൂ എവിടെ വരെ കൊടുക്കുക? നിങ്ങൾ അടുത്ത പോയിന്റ് കണ്ടുപിടിക്കുന്ന ഏതാണോ ആ പോയിന്റ് വരെ കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടുന്ന് കിട്ടിയ വാല്യൂയോട് കൊടുക്കുക. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഡയമെൻഷൻ മാർക്ക് ചെയ്യുന്നത്. ഇനി അതേസമയം പഴയ രീതിയിലാണ്, അല്ലാതെ ക്രിട്ടിക്കൽ പോയിന്റിലെ മാത്രം തിക്നെസ്സേ നിങ്ങൾ കണ്ടുപിടിച്ചുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് നേരെ ഇങ്ങ് വരച്ചാൽ മതി. ഈ തിക്നെസ് എൻറ്റയർ ലെങ്തിൽ കൊടുത്താൽ മതി. ഇവിടെ 6 മീറ്ററിൽ കണ്ടുപിടിച്ചത് കൊണ്ട് 6 മീറ്റർ വരെ ക്രിട്ടിക്കൽ ജംഗ്ഷന്റെ ആ വാല്യൂ തിക്നെസ് കൊടുക്കുക. അത് കഴിഞ്ഞ് 6 മീറ്ററിൽ കണ്ടുപിടിച്ച തിക്നെസിന്റെ വാല്യൂ ഇപ്പുറത്തേക്കും കൊടുക്കുക. ഓക്കെ, ഈ വാല്യൂസ് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചോ. ഈ ഡയമെൻഷൻ ആദ്യത്തത് 0.8 മീറ്റർ, ഈ ഡയമെൻഷൻ 1 മീറ്റർ, ഇത് 1.5 മീറ്റർ, 1 മീറ്റർ, അങ്ങനെ. ഇനി അതുകൊണ്ടാണ് ഇവിടുത്തെ വാല്യൂ ഞാൻ മാർക്ക് ചെയ്യാഞ്ഞത്. ഇവിടെ വരുമ്പം ആദ്യത്തെ 6 മീറ്ററിൽ 1.5ഉം പിന്നെ രണ്ടാമത്തെ 6 മീറ്ററിൽ 1 മീറ്റർ. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഫിഗർ എന്ന് പറയുന്നത്. എല്ലാ ഡയമെൻഷനും നിങ്ങൾ കണ്ടുപിടിച്ച എല്ലാ വാല്യൂസും ഇവിടെ മാർക്ക് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ.
കോൺക്രീറ്റ് ആണ് മാർക്ക് ചെയ്യുന്നതാണ്. സോ ഇങ്ങനെയാണ് ഫിഗർ വരയ്ക്കേണ്ടത്. ഫിഗറിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വരച്ചെടുത്തേ. വേണോ? എടുത്തു. അഭിയാജ്ഞ ഓക്കെ ആണോ? വരച്ചെടുത്തോ?
എന്നാ ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പൊക്കോട്ടെ. ഓക്കെ. സോ നെക്സ്റ്റ് അപ്പൊ നമ്മളുടെ ബ്ലൈറ്റ് തിയറി തീർന്നു, പിന്നെ ഡിസൈൻ ഓഫ് വെർട്ടിക്കൽ ട്രോപ്പയറും കഴിഞ്ഞു. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത തിയറിയാണ് കോസ്ലാസ് തിയറി. വെർട്ടിക്കൽ ട്രോപ്പയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അതിനെ സേഫ് ആക്കാൻ വേണ്ടി രണ്ട് കൺസിഡറേഷൻ ആണ് പറഞ്ഞത്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൈറ്റ് തിയറിയും, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കോസ്ലാസ് തിയറിയാണ്. സോ അവിടെ കോസ്ലാസ് തിയറിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കോസ്ലാസ് തിയറി. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് കോസ്ലാസ് തിയറി. അപ്പം ആദ്യം ബ്ലൈറ്റ്സ് പറഞ്ഞിട്ടുണ്ടായില്ലേ? ബ്ലൈറ്റ്സിന്റെ തിയറി എന്തൊക്കെയാ പറഞ്ഞത്? വാട്ടർ ക്രീപ്പ് ചെയ്യുന്നത് ബോട്ടം കോണ്ടൂറിലൂടെ ആയിരിക്കും എന്നൊക്കെയല്ലേ ബ്ലൈറ്റ്സ് പറഞ്ഞത്. സോ അതിനെ ബേസ് ചെയ്ത് കുറച്ച് സ്റ്റഡി ഒക്കെ നടത്തിയപ്പോഴത്തേക്കും കോസ്ലയ്ക്ക് മനസ്സിലായി അതിലെ കുറച്ച് കാര്യങ്ങളൊന്നും ശരിയല്ല എന്നുള്ളത്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റാണ്, ബ്ലൈറ്റ്സിലെ കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് മനസ്സിലായി. അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ എങ്ങനെ തിക്നെസ്സിന് വാല്യൂ കണ്ടുപിടിക്കാം, എത്രയാണ് കറക്റ്റ് വരുന്ന റെസിഡ്യൂവൽ ഹെഡ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി കോസ്ല പുതിയ തിയറി ഉണ്ടാക്കി. അപ്പൊ തിയറിയിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ബ്ലൈറ്റ്സിന്റെ ലിമിറ്റേഷൻ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു, ഔട്ടർ പൈലും ഇന്റർമീഡിയറ്റ് ആയിട്ട് വേറൊരു പൈല് വന്നിട്ടുണ്ടെങ്കിൽ ആ പൈലിനും എല്ലാ പൈലിനും സെയിം ഇഫക്റ്റ് ആണെന്നാണ് ആര് പറഞ്ഞത്? ബ്ലൈറ്റ്സ് പറഞ്ഞത്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ഒക്കെ പ്ലോട്ട് ചെയ്യുന്നത്. പക്ഷെ കോസ്ലയുടെ കൺസെപ്റ്റ് വെച്ചിട്ട് ഇതെല്ലാം ഡിഫറെന്റ് ആണ്. ഇന്റർമീഡിയറ്റ് പൈല് വരുമ്പോഴത്തേക്കും ഇന്റർമീഡിയറ്റ് പൈലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഔട്ടർ പൈലിന്റെ ഡെപ്തിനേക്കാളും കൂടുതലാണെങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആയിട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ അത് എഫക്റ്റീവ് അല്ല. ഓക്കെ, പിന്നെ ഈ പൈൽസിന്റെ ഔട്ടർ എൻഡ് ആണ് മോർ എഫക്റ്റീവ് ദാൻ ഇന്നർ സൈഡ്. ഇന്നർ സൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഔട്ടർ സൈഡ് ആണ് ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ബോട്ടത്തില് അണ്ടർമൈനിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും കൂടെ കൊടുക്കണം, കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്യണം. ഇത്രയും കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് കോസ്ല ഒരു 3 പ്രിൻസിപ്പിൾ പറയുന്നത്. 3 പ്രിൻസിപ്പിൾസ്. ഓക്കെ, അതിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 3 പ്രിൻസിപ്പിൾ ഞാൻ പൈപ്പിംഗ് പഠിപ്പിച്ചപ്പം ഉള്ളതിനെ ബേസ് ചെയ്ത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, 3 പ്രിൻസിപ്പിൾ ഓർത്തിരിക്കാനുള്ള എളുപ്പവഴിയാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് പൈലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, കുറച്ച് പൈലൊക്കെ ഉണ്ട്, 2-3 പൈലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ കോസ്ലാസ് തിയറി ഓർത്തിരിക്കാൻ വേണ്ടി ഈ പൈപ്പിങ്ങിന്റെ ആ ഒരു പ്രൊസീജിയർ ഓർത്താൽ മതി. അപ്പൊ കോസ്ലയ്ക്ക് 3 പ്രിൻസിപ്പിൾസ് ആണുള്ളത്, 3 മെയിൻ പ്രിൻസിപ്പിൾസ്. അപ്പൊ ആ പ്രിൻസിപ്പിൾസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാട്ടർ സീപ്പ് ചെയ്യുന്നത് ജസ്റ്റ് ബോട്ടം കോണ്ടൂറിൽ കൂടി അല്ല. ബ്ലൈറ്റ്സ് എന്താ പറഞ്ഞ, ബോട്ടം കോണ്ടൂറിൽ കൂടെ ക്രീപ്പ് ചെയ്യുന്നല്ലേ പറഞ്ഞേ, ജസ്റ്റ് അതിന്റെ തൊട്ട് താഴെ കൂടെ ക്രീപ്പ് ചെയ്യുന്നല്ലേ പറഞ്ഞേ. സോ കോസ്ല പറയുന്നത് വാട്ടർ ക്രീപ്പ് ചെയ്യുന്നത് ബോട്ടം കോണ്ടൂറിലൂടെ അല്ല, പകരം അത് സ്ട്രീം ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. സ്ട്രീം ലൈൻസിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും വാട്ടർ മൂവ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, the seeping water flows along a set of streamlines. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. വാട്ടർ മൂവ് ചെയ്യുന്നത് ഇതിലൂടെയാണ്, അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വാട്ടർ മൂവ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു സെറ്റ് ഓഫ് സ്ട്രീം ലൈനിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വാട്ടർ മൂവ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പം ഈ സ്ട്രീം ലൈൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്ട്രീം ലൈൻ, ഇക്വി പൊട്ടൻഷ്യൽ ലൈൻ എന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു മൂവ്മെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ട്, ലാപ്ലേസ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് പറയുന്നത്. d² 5/dx² പ്ലസ് d² 5/dy² ഈക്വൽ ടു 0. ഈ ലാപ്ലേസ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ആ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആ തിയറി പറയുന്നത്. അതിൽ ഫൈ എന്ന് പറയുന്നത് ഫൈ ഈസ് ഈക്വൽ ടു k × h.
കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി, എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിഡ്യൂവൽ ഹെഡ്. ഏത് പോയിന്റിലാണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലെ റെസിഡ്യൂവൽ ഹെഡ് എച്ച്. ഇത് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഫസ്റ്റ് പ്രിൻസിപ്പിൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ത്രൂ എ സെറ്റ് ഓഫ് സ്ട്രീം ലൈൻ ബൈ യൂസിങ് ദി ഇക്വേഷൻ. ആ ഒരു സ്ട്രീം ലൈനിന്റെ പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ലാപ്ലേസ് ഇക്വേഷൻ d² 5/dx² പ്ലസ് d² 5/dy² ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്ലോനെ ബേസ് ചെയ്തിട്ടാ പറയുന്നത്. ഫ്ലോ ചെയ്യുന്നത്, സോ ഇതാണ് നിങ്ങളുടെ വെയർ എന്ന് വിചാരിക്കുക. വെയറിലെ ഞാനൊരു ജസ്റ്റ് ഒരേ ഒരു സ്ട്രീം ലൈൻ എടുത്തു. ഇത് നിങ്ങളുടെ ഒരു സ്ട്രീം ലൈൻ ആണെന്ന് വിചാരിച്ചു. വാട്ടർ ഫ്ലോ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് സ്ട്രീം ലൈൻ ആണെന്നാണ് പറയുന്നത്. സോ ആ സ്ട്രീം ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇതില് വാട്ടർ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഒരു വാട്ടറിന്റെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, ഒരു വാട്ടർ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ഏത് ഡയറക്ഷനിലാണോ ഫ്ലോ ചെയ്യുന്നത് ആ ഡയറക്ഷനിലും, ഓൾസോ ടു ദ ടാൻജൻഷ്യൽ ടു ദാറ്റ് പോയിന്റ്, ആ പോയിന്റിന് ടാൻജൻഷ്യൽ ആയിട്ട് ഫ്ലോയ്ക്ക് ആ ഫ്ലോയുടെ ഡയറക്ഷനിലും കൂടാതെ പോയിന്റിന് ടാൻജൻഷ്യൽ ആയിട്ടും ആണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരു പോയിന്റ്, ഈ പോയിന്റ് എടുത്തെന്ന് വിചാരിച്ചോ, ആ പോയിന്റിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലും കൂടാതെ ഫ്ലോയുടെ ഡയറക്ഷനിലും, ഈ രണ്ട് ഡയറക്ഷനിലും ഫോഴ്സ് എക്സേർട്ട് ചെയ്തുകൊണ്ടാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്, വാട്ടർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഗ്രേഡിയന്റ്. പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രഷർ ഡിഫറൻസ് ആണ്. ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ സ്മോൾ ഏരിയയിലെ പ്രഷർ ഡിഫറൻസ് ആണ് പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഗ്രേഡിയന്റ് ആണ്. അങ്ങനെ ഇത് ഇങ്ങനെ ഓരോ ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് ഈ വാട്ടർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുവാണെ, മൂവ് ചെയ്ത് ഈ ടോപ്പിൽ എത്തിയെന്ന് വിചാരിച്ചോ. ഈ ടോപ്പിൽ എത്തുമ്പോൾ എന്ത് പറ്റും, ആ പോയിന്റിന് ടാൻജൻഷ്യൽ വരച്ചാലും ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആയിട്ട് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ പോയിന്റിന് ടാൻജൻഷ്യൽ വരച്ചാൽ എങ്ങനെ ഇരിക്കും, ഇപ്പൊ ഈ എല്ലാ പോയിന്റിനും ടാൻജൻഷ്യൽ വരയ്ക്കുമ്പോൾ താഴോട്ടല്ലേക്കല്ലേ വരുന്നത്, പക്ഷെ ഫ്ലോയുടെ ഡയറക്ഷൻ മാറുമ്പോഴത്തേക്കും ഒരു അപ്വേർഡ് ടെൻഡൻസി ആണ് ഇവിടെ വരുന്നത്. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് നേരെ മുകളിലേക്കായിരിക്കും, വെർട്ടിക്കലായിട്ട് നേരെ മുകളിലേക്കായിട്ടായിരിക്കും എക്സേർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോഴാണ് എന്ത് പ്രശ്നം വരുന്നത്, ഇവിടെയുള്ള സോയിൽ പാർട്ടിക്കിൾസ് ഡിസ്റ്റർബ്ഡ് ആവുന്നത്. ഇപ്പൊ നേരെ മുകളിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പം ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ അവിടെ വലിയ പ്രശ്നം വരുന്നില്ല. കാരണം ഇവിടെ സോയില് സബ്മേർജ് ചെയ്തേക്കുന്ന വെയിറ്റ് ഉണ്ട്, ഇത്രയും വെയിറ്റ് ഓഫ് സോയിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഈ ഒരു പോയിന്റ് എക്സ്ട്രീം എൻഡ് അല്ലെങ്കിൽ എക്സിറ്റ് പറയുമ്പോഴത്തേക്കും, ഈ എക്സിറ്റ് പോയിന്റ് പറയുമ്പോഴത്തേക്കും നേരെ മുകളിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തില്ല, സോയിൽ സബ്മേർജ്ഡ് സോയിൽ ഇല്ല. സോയിൽ ഇല്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള ആ സോയിൽ പാർട്ടിക്കിൾസ് മുഴുവൻ ഡിസ്റ്റർബ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് ഓർത്തുവെങ്കിൽ, സെക്കൻഡ് പ്രിൻസിപ്പിളിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, the seeping water exerts a force. Water exerts a force in the direction of flow, and in tangential direction. ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആ പോയിന്റിന് ടാൻജന്റ് ആയിട്ടും കൂടാതെ ഫ്ലോയുടെ ഡയറക്ഷനിൽ, ഈ രണ്ട് ഡയറക്ഷനിലാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. ആൻഡ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി, ഇതാണ് അടുത്ത ഒരു കാര്യമായിട്ട് പറയുന്നത്,
ദിസ് ഫോഴ്സ്, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഗ്രേഡിയന്റ് ആണ്. പിന്നെ ഏറ്റവും അപ്വേർഡ് എൻഡിൽ വരുമ്പോഴത്തേക്കും അറ്റ് ദ എൻഡ് the force will be vertical. Force will be vertical. Vertical ആവുന്നതുകൊണ്ട് അവിടുത്തെ സോയിൽ പാർട്ടിക്കിൾസ് ഡിസ്റ്റർബ്ഡ് ആവും. ഓക്കെ, ഇത്രയാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള ആ ഗ്രേഡിയന്റ്, ഈ എക്സിറ്റിൽ ഉണ്ടാവുന്ന ആ ഗ്രേഡിയന്റിനെയാണ് എക്സിറ്റ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എൻഡിൽ ഉണ്ടാവുന്ന പ്രഷർ ഗ്രേഡിയന്റ് എത്രയാണോ ആ പ്രഷർ ഗ്രേഡിയന്റിനെയാണ് നമ്മൾ എക്സിറ്റ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിലാണല്ലോ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ പോയിന്റിലെ പ്രഷർ എത്രയാണോ ആ പ്രഷറിനെയാണ് നമ്മൾ എക്സിറ്റ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ ഈ എക്സിറ്റ് ഗ്രേഡിയന്റ് കാരണമാണ് എന്തുണ്ടാകുന്നത്, അവിടെയുള്ള സോയിൽ പാർട്ടിക്കിൾസ് ഡിസ്റ്റർബ്ഡ് ആണ്. സോയിൽ പാർട്ടിക്കിൾസ് ഡിസ്റ്റർബ്ഡ് ആവുന്നത് കൊണ്ട് എന്ത് പറ്റും, പൈപ്പിംഗ് സ്റ്റാർട്ടിങ് ചെയ്യും. സോ അണ്ടർമൈനിങ് സ്റ്റാർട്ട്സ്. അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട്സ് ഫ്രം ഡൗൺ സ്ട്രീം ആൻഡ് ഡെവലപ്സ് ടു അപ്സ്ട്രീം. ഇവിടെയുള്ള സോയിൽ പാർട്ടിക്കിൾസ് ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. ആ ഹോള് പിന്നെ കൂടി 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 ഡൗൺ സ്ട്രീമിലേക്ക് പൈപ്പ് ക്രിയേറ്റ് ചെയ്യും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. സോ ഈ അണ്ടർമൈനിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം, അണ്ടർമൈനിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി we have to provide downstream pipe. Downstream pipe is to be provided. ഇതാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോസ്ലാസ് തിയറി. ഇപ്പൊ കോസ്ലാസ് തിയറി ആണ് പറഞ്ഞത്. അപ്പം ബ്ലൈസിന്റെ തിയറിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റാന്ന് മനസ്സിലായി. അപ്പൊ ഇച്ചിരിയും കൂടെ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടി 3 പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വാട്ടർ സീപ്പ് ചെയ്യുന്നത് ത്രൂ എ സെറ്റ് ഓഫ് സ്ട്രീം ലൈൻസിനെ ഫോളോ ചെയ്തിട്ടാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വാട്ടർ സീപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആൻഡ് ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആൻഡ് ദ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഗ്രേഡിയന്റ്. സോ at the end, what is the pressure gradient? It is named as exit gradient. The pressure gradient at the end is termed as the pressure exit gradient. And due to this exit gradient, undermining starts and it develops gradually from downstream towards the upstream and form a pipe. Okay, in order to prevent that process of undermining, we have to provide downstream pipe. അതായത് സംഭവമൊന്നുമില്ല, ആ ഒരു പൈപ്പിങ്ങിന്റെ പ്രൊസീജിയറിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ. വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഫോഴ്സ് എക്സെറ്റ്, അതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് ഓരോ പോയിന്റും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതിനുള്ള മാത്തമാറ്റിക്കൽ സൊല്യൂഷനും ഉണ്ടാക്കി. അത്രേ ഉള്ളൂ കാര്യം. സോ ഇതാണ് എൻറ്റയർ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആ പ്രൊസീജിയറിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയതാണ് കോസ്ല പറഞ്ഞത്. ഇനി കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോയിക്കോളൂ, അല്ലാത്തവര് ലീവ് ചെയ്തു.